ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നിപ്പം ഈ സ്റ്റേജിൽ വന്നിരിക്കാനുണ്ടായ ഭാഗ്യം എന്ന് പറയുന്നത് രഘുറാം എന്ന് പറഞ്ഞ സിനിമ സംവിധാനം നടന്നതുകൊണ്ട് മാത്രം. അതിൻ്റെ ഡയറക്ടർ ശ്രീ സൈനു ചാവക്കാടൻ, പിന്നെ സുനിൽ സാറ് തുടങ്ങിയ 2 പേരും കൂടി ചേർന്നാണ് എനിക്ക് അതിനകത്തൊരു വേഷം തന്നത്. ആ വേഷം പോയി ചിലത് പറഞ്ഞ ജസ്റ്റ് ഒരു ചെറിയ വേഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ വെച്ചിട്ടൊരു ക്യാരക്ടർ റോളിലായിരുന്നു. ഫൈറ്റാണെന്ന് സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല. ഫൈറ്റാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ അതനുസരിച്ച് ചെന്നതിന് അവിടെ ചെല്ലാൻ പറഞ്ഞ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ പ്രാവശ്യത്തെ സിനിമയുടെ പ്രമോ ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ലെവല് അങ്ങ് മാറി. ലോകം മലയാളീസിൻ്റെ ഏതാണ്ട് 95% ജനങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേർക്കപ്പെട്ടു. അതുമാത്രമല്ല, പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞു മക്കൾ, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളുടെ ഹൃദയത്തിൽ ഞാൻ ചേർന്നു. അവരെല്ലാം കൂടി ചേർന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ എന്നെ കണ്ട് അവരിങ്ങനെ എന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. തിരുവനന്തപുരത്തൊരു ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച ഡബിങ്ങിൽ ചെന്നപ്പം കുഞ്ഞു മക്കൾ, ഒരു 10ാം ക്ലാസ്സിനകത്ത് വരുന്ന കുഞ്ഞു മക്കൾ കുറേ പേര് വരുന്ന അതിലൊരു പയ്യൻ നമ്മുടെ മുരളിച്ചേട്ടൻ എന്ന് പറഞ്ഞ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ജനങ്ങളിലേക്കെല്ലാം എത്തിച്ചത് ഇവിടുത്തെ സോഷ്യൽ മീഡിയക്കാരാണ്. എന്നെ ഈ സ്റ്റേജിൽ എത്തിക്കുന്നത് ഇത്രയും വർഷം ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നതിൻ്റെ പേരിലും സോഷ്യൽ മീഡിയ ആണ്, ഇവിടുത്തെ മിമിക്രി കലാകാരന്മാരൊക്കെയാണ്. അപ്പം ഇന്ന് എൻ്റെ ഭാഗമെന്ന് പറയുന്നത് ജൂനിയേഴ്സ് ജേലി എന്ന സിനിമയിൽ പ്രൊമോ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ സിനിമയുടെ സംവിധായകനായ ശ്രീ സുനിൽ സാർ ക്ഷണിക്കുന്നുണ്ടായി. സോറി, നിർമ്മാതാവായ സുനിൽ സാർ എന്നെ ക്ഷണിച്ചു. അതിൻ്റെ കോ പ്രൊഡ്യൂസേഴ്സ് ശ്രീമതി സലോമി മാഡം, പിന്നെ ശ്രീ ജോണി സാറ്, എല്ലാം കൂടി ചേർന്നാണ് എന്നെ ക്ഷണിച്ചത്. അപ്പം ഇതിൻ്റെ ഒരു കഥയുടെ കുറച്ച് ഭാഗങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുടെ അതിജീവനത്തിൻ്റെ ഒരു പ്രയാണത്തിൻ്റെ കഥ. അപ്പം ഞാൻ ആലോചിച്ച് എൻ്റെ ജീവിതവും അത് തന്നെയാണ്. ഞാനും അതിജീവനത്തിൻ്റെ പ്രയാണത്തിലാണ്. ഒരു നിസ്സാരമായ ഒരു കാര്യം, എൻ്റെ അച്ഛൻ്റെ പേര് എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒന്ന് ചേർക്കണം, സ്വത്ത് വേണ്ട, ഒന്നും വേണ്ട. അപ്പം ഞാൻ അത് കേട്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി. അതിനേക്കാൾ മറ്റൊരു പ്രത്യേകത, ഈ സിനിമയിലെ നായകൻ്റെ പേര് എൻ്റെ അച്ഛൻ്റെ പേരിനോടുള്ള ജയൻ എന്നാണ്. അതുകൊണ്ട് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ചാണ് ഞാൻ ഈ ജൂനിയേഴ്സ് ജേലി എന്ന സിനിമയിലേക്ക് വന്നത്.